ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ക്യൂബിക്സ് ക്യൂബ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ വൈറ്റ് ക്രോസ്. ഒരു വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വൈറ്റ് ക്രോസ് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 ആൻഡ് ദിസ് സൈഡ്, ഈ സൈഡ് ഓൾസോ ഒരു വൈറ്റ് കളർ ക്രോസ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യെല്ലോ സെൻറ്റർ ആയിട്ടുള്ള ഒരു വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യൂബിക്സ് ക്യൂബ് എടുക്കാം. ഇതിൻ്റെ വൈറ്റ് സെൻറ്റർ ആയിട്ടുള്ള പോർഷൻ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നു. യെല്ലോ സെൻറ്റർ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇനി ഇതിൻ്റെ 1 2 3 4 ഈ 4 സൈഡ്സ് നമ്മൾ വൈറ്റ് ആക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വൈറ്റ് ഉള്ള പോർഷൻസ് ഇതിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ ഒരു പോർഷൻ എപ്പോഴും നമ്മൾ ഫ്രണ്ട് വ്യൂ ആയിട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ തിരിച്ചപ്പോൾ ഇത് ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ക്ലിയർ ആയി. ഇനി 1 2 3 ഈ 3 പോയിന്റ്സിലും കൂടി നമ്മൾ വൈറ്റ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഇനി വേറെ എവിടെയൊക്കെയാണ് വൈറ്റ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ ഒരു വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് കയറ്റാം. അപ്പോൾ ഓക്കെ, അപ്പോൾ 2 വൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇനിയുള്ള വൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ ഒരു വൈറ്റിനെ നമുക്ക് ഇവിടേക്ക് ഡയറക്റ്റ് കയറ്റാം. ഇവിടെ ഒരു വൈറ്റ് ഉള്ളത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് കയറ്റാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ 3 സൈഡ്സ് ക്ലിയർ ചെയ്തേക്കാണ്. ഈ 4ാമത് പറയുന്നത് ഈ ഒരു വൈറ്റ് ആണ്. ഈ ഒരു വൈറ്റിനെ ഇങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് ഇതിനെ ഈ സൈഡിലേക്ക് കയറ്റാം. എന്നിട്ട് ഇത് ആദ്യമുള്ള പോലെ ആക്കാം. അപ്പോൾ നമ്മളുടെ 4 വൈറ്റും യെല്ലോ സെൻറ്റർ ആയിട്ടുള്ള ഫേസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വരെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് എടുക്കുക. ഈ ഒരു വൈറ്റിൻ്റെ ഈ സൈഡിലുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ ഉള്ള സെൻറ്റർ പോർഷനുള്ള ഈ ബ്ലൂ സെൻറ്റർ പോർഷനുള്ള സൈഡിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെയാണ് ബ്ലൂ സെൻറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് തിരിക്കാം. ഇന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ ബാക്കിലേക്ക് തിരിക്കാം. ഈ വൈറ്റിൻ്റെ സൈഡിലുള്ളത് ബ്ലൂ ആണ്. ആ ബ്ലൂ സെൻറ്റർ ആയിട്ടുള്ളതിന് ഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് 2 പ്രാവശ്യം തിരിക്കുകയാണ്. 1 2. അതുപോലെ എല്ലാ വൈറ്റിൻ്റെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ ഈ സൈഡിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഗ്രീൻ സെൻറ്റർ ആയിട്ടുള്ളതിലേക്ക് വെക്കുക. അപ്പോൾ ഈ സൈഡിലാണ് ഗ്രീൻ സെൻറ്റർ. നമ്മളിങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ 2 പ്രാവശ്യം തിരിക്കുകയാണ് റൈറ്റിലോട്ട്. 1 2. ഇനി ഈ ഒരു വൈറ്റിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ റെഡ് ആണ്. അപ്പോൾ അതിനെ റെഡ് സെൻറ്റർ ആയിട്ടുള്ളതിലേക്ക് വെക്കുകയാണ്. ഇവിടെ നോക്കിയപ്പോൾ ഇത് ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ റെഡ് ആണ്. അപ്പോൾ ഈ റെഡിനായിട്ടുള്ള സെൻറ്റർ ആയിട്ടുള്ളതിലേക്ക് വെച്ചു. ഇനി നമ്മളിതിനെ 2 പ്രാവശ്യം തിരിക്കുകയാണ്. 1 2. ഇനി ഈ ഒരു വൈറ്റിൻ്റെ നേരെയുള്ളത് ഓറഞ്ച് ആണ്. അപ്പോൾ ഈ ഓറഞ്ച് സെൻറ്റർ ആയിട്ടുള്ളതിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഓറഞ്ച് സെൻറ്റർ ആയിട്ടുള്ളത് വന്നു. ഇനി നമ്മളിതിനെ 2 പ്രാവശ്യം തിരിക്കുകയാണ്. 1 2. അപ്പോൾ ഈ എല്ലാ വൈറ്റുകളും നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് ബാക്ക് സൈഡ് നോക്കാം. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ വൈറ്റിൻ്റെ ഒരു ക്രോസ് വന്നിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ വൈറ്റിൻ്റെ ഒരു ക്രോസ് ഉണ്ടാക്കിയേക്കാണ്.